നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ മാസാദ്യ വെള്ളി ആചരണവും തിരുഹൃദയ തിരുനാളും ആഘോഷിച്ചു. 123 പ്രതിഷ്ഠാ വാർഷിക ദിനത്തിലായിരുന്നു തിരുനാൾ ആഘോഷം. അവിണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വൈബ് ഫോർ വെൽനസ് ആരോഗ്യം ആനന്ദം പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ചടങ്ങിൽ യോഗ ഡാൻസും വിവിധ യോഗാസനങ്ങളും അവതരിക്കപ്പെട്ടു. ഇരിങ്ങാലക്കുട പടിയൂർ എടത്തിരിഞ്ഞി കാക്കാതുരുത്തി പ്രദേശങ്ങളിലെ 3 കടകൾ കുത്തിത്തുറന്ന് മോഷണം. മോഷ്ടാക്കൾ 1.5 ലക്ഷത്തോളം രൂപയും സാധനങ്ങളും കവർന്ന മോഷ്ടാക്കൾ കേക്കും വൈനും കഴിച്ചാണ് രക്ഷപ്പെട്ടത്. വാർത്തകൾ വിശദമായി. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ മാസാദ്യ വെള്ളി ആചരണവും തിരുഹൃദയ തിരുനാളും ആഘോഷിച്ചു. 123 പ്രതിഷ്ഠാ വാർഷിക ദിനത്തിലായിരുന്നു തിരുനാൾ ആഘോഷം. തിരുഹൃദയ തിരുനാൾ ദിനമായ മാസാദ്യ വെള്ളിയാഴ്ച രാവിലെ 10-ന് ലതീൻ, ആഘോഷമായ പാട്ടുകുർബാന, തിരുഹൃദയ സന്ദേശം, തിരുഹൃദയ നൊവേന, ആരാധന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം, കൈവെപ്പ് ശുശ്രൂഷ എന്നീ തിരുകർമ്മങ്ങൾ നടന്നു. ആബ റിന്യൂവൽ സെന്ററിലെ ഫാദർ സിൻഡോ പൊന്തേക്കൻ മുഖ്യ കാർമ്മികനായി. തുടർന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ സൗഖ്യദായക തിരുഹൃദയ ഊട്ട് വിതരണം ചെയ്തു. അവിണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വൈബ് ഫോർ വെൽനസ് ആരോഗ്യം ആനന്ദം പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ചടങ്ങിൽ യോഗ ഡാൻസും വിവിധ യോഗാസനങ്ങളും അവതരിപ്പിക്കപ്പെട്ടു. അവിണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ജോയ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം VI ജോൺസൺ അധ്യക്ഷനായി. അവിണിശ്ശേരി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുനന്ദ പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് സെക്രട്ടറി പ്രദീപ്, പഞ്ചായത്ത് അംഗങ്ങളായ റൂബി, വിനയ, സച്ചിൻ, നിത്യ എന്നിവർ സംസാരിച്ചു. ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിലെ യോഗ ടീം അംഗങ്ങളായ വിനീത, അഞ്ജലി, സൗമ്യ, ഹിനിഷ, ഉഷ, അപർണ, അമേയ, നിഷ, അഞ്ജലി, സുനീഷ് എന്നിവർ യോഗ ഡാൻസും വിവിധ യോഗാസനങ്ങളും അവതരിപ്പിച്ചു. യോഗ പരിശീലകൻ വിക്രമൻ നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട പടിയൂർ എടത്തിരിഞ്ഞി കാക്കാതുരുത്തി പ്രദേശങ്ങളിലെ 3 കടകൾ കുത്തിത്തുറന്ന് മോഷണം. മോഷ്ടാക്കൾ 1.5 ലക്ഷത്തോളം രൂപയും സാധനങ്ങളും കവർന്ന മോഷ്ടാക്കൾ കേക്കും വൈനും കഴിച്ചാണ് രക്ഷപ്പെട്ടത്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത്. കടകളുടെ താഴ് തകർത്താണ് 4 അംഗ സംഘം മോഷണം നടത്തിയത്. എടത്തിരിഞ്ഞിയിൽ പ്രവർത്തിക്കുന്ന അണക്കത്തിപ്പറമ്പിൽ സോമന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടൽ, സമീപമുള്ള ബേക്കറി, അണക്കത്തിപ്പറമ്പിൽ അനിലന്റെ പലചരക്ക് കട എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. 3 കടകളിൽ നിന്നുമായി 1.5 ലക്ഷത്തോളം രൂപയും വിവിധ സാധനങ്ങളും മോഷ്ടാക്കൾ കവർന്നു. മോഷ്ടാക്കളെന്ന് സംശയിക്കുന്ന 4 അംഗ സംഘത്തിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ പെട്രോൾ പമ്പിലെ CCTVയിൽ നിന്ന് പോലീസ് ശേഖരിച്ചു. നമ്പർ പ്ലേറ്റ് ഒടിച്ചുവെച്ച 2 ബൈക്കുകളിലാണ് മോഷണ സംഘം എത്തിയതെന്നാണ് കരുതുന്നത്. കുത്തിത്തുറന്ന ഒരു ബേക്കറിയിൽ നിന്നും കേക്കും വൈനും കഴിച്ചാണ് മോഷ്ടാക്കൾ രക്ഷപ്പെട്ടത്. ഇതിനിടെ ശബ്ദം കേട്ടെത്തിയ പ്രദേശവാസികളെ മോഷ്ടാക്കൾ ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു. സംഭവത്തിൽ പ്രതികളെ ഉടൻ പിടികൂടണമെന്നും രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP കണ്ണൻ ആവശ്യപ്പെട്ടു. പുതുക്കാട് KSRTC സൂപ്പർഫാസ്റ്റ് ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ചു. പുതുക്കാട് സെന്ററിൽ ദേശീയപാതയിലായിരുന്നു അപകടം. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്കാണ് അപകടം നടന്നത്. തൃശൂരിൽ നിന്ന് പുനലൂരിലേക്ക് പോയിരുന്ന സ്വിഫ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഒരേ ദിശയിൽ പോയിരുന്ന ബസിന്റെയും ടോറസ് ലോറിയുടെയും വശങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. ബസിന്റെ സൈഡ് സീറ്റിൽ യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കേറ്റില്ല. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്കുണ്ടായി. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി ഗതാഗത തടസ്സം പരിഹരിച്ചു. പഴുവിൽ വെസ്റ്റിൽ പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായുള്ള ഭക്ഷണം കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ. 60ഓളം പേർക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത്.
പഴുവിൽ SN റോഡിൽ വടക്കുംതറ കൂട്ടായ്മ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ പങ്കെടുത്ത് മാംസാഹാരവും പൊറോട്ടയും കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റ് ഛർദിയും വയറിളക്കവും തളർച്ചയും അനുഭവപ്പെട്ട കുട്ടികളടക്കമുള്ള 45ഓളം പേർ ആലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. തൃപ്രയാർ ക്ഷേത്രത്തിന് സമീപത്തെ പ്രമുഖ കാറ്ററിംഗ് സ്ഥാപനത്തിൽ നിന്നാണ് ഭക്ഷണം എത്തിച്ചതെന്ന് പറയുന്നു. ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ ഭക്ഷണത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിച്ചു. ചാഴു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജുമോൻ, വാർഡംഗം ഉല്ലാസ് കണ്ണോളി എന്നിവർ സ്ഥലത്തെത്തി. ഭക്ഷ്യവിഷബാധയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ സാരമുള്ളതല്ലെന്നാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതേസമയം ഇത്രയധികം പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും തൃപ്രയാറിലെ കാറ്ററിംഗ് സ്ഥാപനത്തിനെതിരെ നടപടിയെടുക്കാൻ അധികൃതർ മടിക്കുകയാണെന്ന ആരോപണവും ശക്തമാണ്. എടത്തിരുത്തിയിൽ കുടിവെള്ള പൈപ്പ് തകർന്നുണ്ടായ ഗർത്തത്തിൽ വീണ് പ്രവാസിക്ക് പരിക്കേറ്റു. എടത്തിരുത്തി വെസ്റ്റ് ഐനിച്ചോട് കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിലാണ് സംഭവം. കയ്പമംഗലം കാക്കാതിരുത്തി സ്വദേശി ഇല്ലത്ത് പറമ്പിൽ അൻസാറിനാണ് ഗർത്തത്തിൽ വീണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയാണ് അപകടം. ഭാര്യയുമൊത്ത് ബൈക്കിൽ വരുന്നതിനിടെയാണ് അൻസാർ അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ അൻസാറിന്റെ വാരിയെല്ലുകൾക്ക് ക്ഷതമേറ്റു. അൻസാർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട വകുപ്പുകൾക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് പരിക്കേറ്റ അൻസാറിന്റെ കുടുംബം അറിയിച്ചു. പൈപ്പ് പൊട്ടിയുണ്ടാകുന്ന ഗർത്തം മൂലം ഈ ഭാഗത്ത് റോഡിൽ അപകടം പതിവാണെന്ന് പ്രദേശവാസികളായ കൊല്ലാറ സന്തോഷ്, ശോഭി എന്നിവർ പറഞ്ഞു. ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുന്ന ജലവിഭവ വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡ് കടന്നുപോകുന്ന മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളും ജാഗ്രത പാലിക്കേണ്ടത് അനിവാര്യമാണ്. പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തി ഉടൻ തന്നെ യാഥാർത്ഥ്യമാക്കി ജനങ്ങളുടെ ദുരിതം ഇല്ലാതാക്കണമെന്ന് സൗദി ദമാം KMCC തൃശൂർ ജില്ലാ ചെയർമാനും പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവുമായ PK അബ്ദുൾ റഹീം പറഞ്ഞു. ബഹ്റിൻ KMCC സംസ്ഥാന സെക്രട്ടറി ഗഫൂർ കയ്പമംഗലം, അൻവർ ചെറുവട്ടം എന്നിവർ അപകടസ്ഥലം സന്ദർശിച്ചു. വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റൌഡി ലിസ്റ്റിലുള്ള വലപ്പാട് ഷാപ്പുംപടി സ്വദേശി കടുവങ്കശ്ശേരി വീട്ടിൽ വിഷ്ണുവിനെ കാപ്പ നിയമപ്രകാരം നാടുകടത്തി. 6 മാസക്കാലത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കിയിട്ടുള്ളതാണ് നടപടി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറാണ് നടപടി ആവശ്യപ്പെട്ട് ശുപാർശ നൽകിയത്. ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ റേഞ്ച് DIG ഹരിശങ്കറാണ് കാപ്പ പ്രകാരമുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. വിഷ്ണു വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ 3 വധശ്രമ കേസിലും 2 അടിപിടി കേസിലുമടക്കം 7 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജുവിനാണ് സ്വീകരണം നൽകിയത്. യൂണിറ്റ് പ്രസിഡന്റ് ഇൻചാർജ് MS സിദ്ദിഖ് ചടങ്ങിൽ അധ്യക്ഷനായി. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് MS സദൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് UY ഷമീർ, വനിതാ വിംഗ് പ്രസിഡന്റ് KB ബീന, സെക്രട്ടറി MB മുബാറക്, ട്രഷറർ കമുറുൽ ഹക്ക്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ 3 വ്യാപാരികൾക്കുള്ള ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു. വെങ്ങണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിലെ ധനുമാസത്തിലെ പൂയം നക്ഷത്രത്തിലുള്ള മംഗല്യസിദ്ധി പൂജ തിങ്കളാഴ്ച നടക്കും. രാവിലെ 10-നാണ് പൂജാ ചടങ്ങുകൾ നടക്കുക. മംഗല്യസിദ്ധി പൂജ കൂടാതെ നെടുമംഗല്യ പൂജ, സർവൈശ്വര്യ പൂജ, ഐക്യമത്യ പൂജ, ഭൂമി പൂജ തുടങ്ങിയ വിശേഷാൽ പൂജകളാണ് അന്നേ ദിവസം നടക്കുക. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പിൽ ഹരി നമ്പൂതിരി ചടങ്ങിന് മുഖ്യ കാർമ്മികനാകും. ഉച്ചയ്ക്ക് 12:30 അമൃത ഭോജനം വിതരണം ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9746277702 അല്ലെങ്കിൽ 9447991586. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 12,485 രൂപ, പവന് 99,880 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ് ഉങ്ങിച്ചോട് ചെറുശ്ശേരി. ഫോൺ 9539080053. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ മാസാദ്യ വെള്ളി ആചരണവും തിരുഹൃദയ തിരുനാളും ആഘോഷിച്ചു. 123 പ്രതിഷ്ഠാ വാർഷിക ദിനത്തിലായിരുന്നു തിരുനാൾ ആഘോഷം. അവിണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വൈബ് ഫോർ വെൽനസ് ആരോഗ്യം ആനന്ദം പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ചടങ്ങിൽ യോഗ ഡാൻസും വിവിധ യോഗാസനങ്ങളും അവതരിക്കപ്പെട്ടു. ഇരിങ്ങാലക്കുട, പടിയൂർ, എടത്തിരിഞ്ഞി, കാക്കാതുരുത്തി പ്രദേശങ്ങളിലെ 3 കടകൾ കുത്തിത്തുറന്ന് മോഷണം. മോഷ്ടാക്കൾ 1.5 ലക്ഷത്തോളം രൂപയും സാധനങ്ങളും കവർന്ന മോഷ്ടാക്കൾ കേക്കും വൈനും കഴിച്ചാണ് രക്ഷപ്പെട്ടത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.